പത്മജ വേണുഗോപാൽ അല്പസമയം മുൻപാണ് ബി.ജെ.പി അംഗത്വം സ്വീകരിച്ചത്. ഞങ്ങളുടെ പ്രതിനിധികൾ തുടരുന്നുണ്ട്. ആർ അച്യുതനും സലിം മാലിക്കും കൂടി ചേരുന്നു. സലിം മാലിക്കിലേക്കാണ് ഇനി. സലിം, ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് പോകുമെന്ന് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അല്പസമയം മുൻപ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെയൊക്കെ പ്രതികരണം അങ്ങനെ നമ്മൾ കാണുകയും ചെയ്തതാണ്. ഏതായാലും അത് യാഥാർത്ഥ്യമായി മാറിയിട്ടുണ്ട്. പക്ഷേ പത്മജ വേണുഗോപാൽ എന്നുള്ളത് ഒരു ജനകീയ നേതാവൊന്നും അല്ലെങ്കിൽ പോലും കെ കരുണാകരൻ്റെ മകൾ എന്ന രീതിയിൽ അവർ ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് തീർച്ചയായും കോൺഗ്രസിനേക്കുന്ന ഒരു തിരിച്ചടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത്. അതിനെ ഏത് തരത്തിൽ ന്യായീകരിക്കാൻ, ഇതിനെ എതിരെ പറയാൻ, പ്രതിരോധിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഇനി ശ്രമിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി, അത് എത്ര കണ്ടല്ലെന്ന് പറഞ്ഞാലും വലിയൊരു തിരിച്ചടി തന്നെയാണ് പത്മജ വേണുഗോപാലിന്റെ ബി.ജെ.പി പ്രവേശനമെന്ന് നിസ്സംശയം തന്നെ പറയാൻ കഴിയും. നേരത്തെ അനിൽ ആന്റണി ബി.ജെ.പിയിലേക്ക് പോയപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പ്രതിരോധിച്ചത് അനിൽ ആന്റണി താഴെത്തട്ടിൽ പ്രവർത്തിച്ച നേതാവല്ല, മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തന പരിചയമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അനിൽ ആന്റണി പോകുന്നെങ്കിൽ പോകട്ടെ എന്നുള്ളൊരു നിലപാടായിരുന്നു. ആ നിലപാട് പോലും ഇവിടെ സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം കരുണാകരന്റെ മകൾ എന്ന നിലയിലാണ് പത്മജ വേണുഗോപാലിന് കോൺഗ്രസിൽ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടിയതെന്ന് ഇരിക്കെ തന്നെ പത്മജ വേണുഗോപാൽ ആ നിലയിൽ മാത്രമായിരുന്നില്ല പ്രവർത്തിച്ചിരുന്നത്. വിവിധ കോൺഗ്രസിന്റെ പരിപാടികളിലൊക്കെ സജീവ സാന്നിധ്യമായിരുന്നു. സജീവ കോൺഗ്രസ് പ്രവർത്തകയായി തന്നെയാണ് തുടരുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ താഴെത്തട്ടിൽ പ്രവർത്തിച്ചില്ല എന്നൊരു ന്യായവാദം പത്മജയുടെ കാര്യത്തിൽ മുഴക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി വലിയ ആശങ്ക, പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളുടെ മക്കൾ ബി.ജെ.പിയിലേക്ക് പോകുന്നു. അതും രണ്ടുപേരും മുഖ്യമന്ത്രിയായിരുന്ന രണ്ടുപേരും ബി.ജെ.പിയിലേക്ക് എത്തി എന്നുള്ളത് വലിയ ആശങ്ക തന്നെയാണ്. അതിനെ ഇനി എത്ര കണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും CPM നേതാക്കൾ ഉൾപ്പെടെ ചോദിക്കുന്നത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി.ജെ.പി ആകില്ല എന്ന് എന്തുറപ്പ്? അതല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ഇന്നിപ്പോൾ മത്സരിച്ച് ജയിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിലേക്ക് പോകില്ല എന്ന് എന്തുറപ്പ് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയാൻ കൂടി ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട് പത്മജ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് പത്മജ ബി.ജെ.പിയിലേക്ക് പോയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ ഇനി ഏതെങ്കിലും തരത്തിൽ ഇതിനെ പ്രതിരോധിക്കാനാണെങ്കിൽ ഈ സ്ഥാനമാനങ്ങൾ കിട്ടാത്തത് കൊണ്ട്, അതല്ലെങ്കിൽ സംതൃപ്തയായിരുന്നില്ല പാർട്ടിയിൽ, തന്നെ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല എന്നുള്ള വാദങ്ങളെയാണ് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പ്രതിരോധിക്കുന്നത്. ഇപ്പോൾ കരുണാകരന്റെ ലെഗസിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രധാനപ്പെട്ട നേതാക്കൾ, അത് കെ മുരളീധരനാണെങ്കിലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഒക്കെ കരുണാകരന്റെ ലെഗസി ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കരുണാകരൻ പൂർണ്ണസമയ കോൺഗ്രസ് ആയിരുന്നു, ഏറ്റവും അവസാനം വരെയും കോൺഗ്രസ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മകൾ പോയത് കൊണ്ടൊന്നും ഒരു കോട്ടവും ഈ പാർട്ടിക്ക് തട്ടില്ല. നേരത്തെ കരുണാകരൻ ഒരു ഘട്ടത്തിൽ മറ്റൊരു പാർട്ടി രൂപീകരിച്ച് DIC-യിൽ പോയപ്പോൾ പോലും പിടിച്ചു നിന്ന പാർട്ടിയാണ് എന്നതൊക്കെ ഉൾപ്പെടെയുള്ള ക്യാപ്സൂളുകൾ പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ പ്രതിരോധത്തിന് മതിയാവതല്ല എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം സഹോദരൻ തന്നെ വടകരയിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം, ആ നിലയിലൊക്കെ ഉള്ളപ്പോൾ വല്ലാത്ത പ്രതിരോധം, അത് ഇതിനോടകം തന്നെ CPM-ന്റെയും BJP-യുടെയും നേതാക്കൾ കോൺഗ്രസിനെ പരിഹസിക്കാനുള്ള ആയുധമാക്കി മാറ്റുകയും ചെയ്തു. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആകില്ല എന്ന് ആര് കണ്ടു എന്നുള്ളതായിരുന്നു MV ഗോവിന്ദന്റെ ഒരു പരിഹാസം. മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും അധികം വൈകാതെ LDF-ഉം BJP-യും തമ്മിലാവും മത്സരമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. ആ നിലയിലൊക്കെ രണ്ടു കൂട്ടരും CPM-ഉം ഒപ്പം BJP-യും കോൺഗ്രസിനെ പരിഹസിക്കാനുള്ള വല്ലാത്തൊരു ആയുധമാക്കി ഈ വിഷയത്തെ എടുക്കുന്നുമുണ്ട്. CPI ആകട്ടെ കോൺഗ്രസിന് ഇത് എന്തു പറ്റി എന്നുള്ളൊരു ചോദ്യമാണ് മുന്നോട്ട് വെച്ചത്. ഗാന്ധിജിയുടെ പാർട്ടി ഗോഡ്സെയുടെ പാർട്ടിയായി മാറുന്നു എന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത്. അങ്ങനെ ആ നിലയിൽ ഈ ആരോപണങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ എതിർചേരിയിലുള്ള ഈ നേതാക്കളുടെയൊക്കെ ഈ ആരോപണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് പോലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അറിയില്ല. ഇന്ന് രാവിലെ ഇപ്പോൾ അല്പസമയം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതിനു മുൻപേ രാവിലെ MM ഹസൻ അദ്ദേഹം ഒരു പൊതുവേദിയിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ BJP-യിലേക്ക് പോകുന്നത് ചതിയാണെന്നും BJP-യിലേക്ക് അങ്ങനെ മതേതര ചേരിയിലുള്ളവർക്ക് പോകാൻ കഴിയില്ല, അത് പാരമ്പര്യത്തിന് വിരുദ്ധമാണ് എന്നൊക്കെ പ്രസംഗത്തിൽ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തോട് പത്മജയുടെ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതുവരെയും പോയില്ലല്ലോ, പോയെങ്കിൽ അതിനുശേഷം നിലപാട് പറയാമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ പത്മജ അവിടേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ആ നിലയിലാണ് ഒരു രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരൊക്കെയും പറഞ്ഞത്. മഹിളാ കോൺഗ്രസിന്റെ നേതാക്കളൊക്കെയും പത്മജയെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ പ്രതിരോധിക്കാൻ വല്ലാതെ പാടുപെടുകയുമാണ് അനുജ. അതാണ് പ്രത്യേകിച്ച് CPI-ന്റെ നേതാക്കൾ ഇപ്പോൾ അല്പസമയം മുൻപ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ അതിരൂക്ഷമായ പരിഹാസം ഉണ്ടാകുന്നു. കോൺഗ്രസുകാർ ജയിച്ചാൽ കോൺഗ്രസായി നിൽക്കുമോ എന്നാർക്കെങ്കിലും ഗ്യാരണ്ടി പറയാൻ കഴിയുമോ എന്നത് ഉദാഹരണങ്ങൾ നിരത്തി ചൂണ്ടിക്കാട്ടുകയാണ് CPI-ന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ. അതിനൊക്കെ മറുപടി പറയുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യവുമാകും.